നിരന്തരം വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന വിഷയമാണ് സ്നാനം എന്ന വിഷയം. അപ്പോൾ സവിസ്തരമായ പഠനം ഒത്തിരി സുദീർഘമാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങളാണ് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ നൽകുന്ന ഉപദേശമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് തുടങ്ങിയത്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ ഈ വലിയ സത്യം ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അവിടെ പത്രോസ് ഈ കാര്യം പറയുമ്പോൾ നോഹയുടെ കാലത്തുണ്ടായ ലോകത്തിനൊരൊറ്റ കുടുംബം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ കൂടെ എത്ര പേരുണ്ട്, ബഹുഭൂരിപക്ഷം ഇതൊക്കെ അനുസരിക്കണ്ടോ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ നമുക്ക് ദൈവം ബോധ്യം തരുന്ന സത്യങ്ങൾ അതുപോലെ അനുസരിക്കണം. ഞാൻ ഈ കാര്യം ഇന്നും ചിന്തിക്കുമ്പോൾ ഒരു വാക്യം കൂടി എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് ആ വാക്യോടെ പറഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലൻ നൽകുന്ന ആ പ്രധാനപ്പെട്ട ഉപദേശം ചുരുക്കി പറഞ്ഞ് മുമ്പോട്ട് നീങ്ങാം എന്ന് കരുതുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം 1-2 ആഴ്ചയായിട്ട് ഞാൻ ആഘോഷിക്കുന്നതായൊരു വാക്യമാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു പ്രയോഗം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് ഉണ്ട്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബന്ധം മനസ്സിലാകും എന്ന് ഞാൻ കരുതുകയാണ്. വായിച്ചാട്ടെ. 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഒത്തിരി ആത്മീക സത്യങ്ങൾ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം, ൊക്കെ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായിട്ടുള്ള ആളുകളാണ്. അന്നത്തെ ആത്മീക കോണത്തിലുള്ളവർ ഇവരെ ശ്രദ്ധിക്കാറേയില്ല. അങ്ങനെയുള്ളൊരു സമീപനമാണ് ഇവരോട് ഉള്ളത്. പക്ഷേ ഇവിടെ കർത്താവ് ഇവരെക്കുറിച്ച് പറയുകയാണ്, ഇവർ ലോകത്തിൽ തനിക്കുള്ള ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നാം ലോകത്തിൽ കർത്താവിനുള്ള ആളുകളാണ്.
അവർക്കുള്ള വലിയ അനുഗ്രഹം ആ വാക്യത്തിലുണ്ട്. അതിന് വിശദീകരിക്കുന്നില്ല, എങ്കിലും ഒന്ന് പറഞ്ഞു പോവുകയാണ്. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചു. എന്തോരം സ്നേഹിച്ചു? അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഇനി സ്നേഹിക്കാൻ ബാക്കിയില്ലാത്ത നിലയിൽ നമ്മുടെ കർത്താവ് ഇവർക്ക് മുഴുവൻ സ്നേഹവും പകർന്നു കൊടുത്തു എന്നുള്ളതായ കാതലായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ആ വഴിക്ക് ഒത്തിരി മുമ്പോട്ട് പോകുന്നില്ല. ഈ സ്നാനപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, നമ്മുടെ പിതാക്കന്മാരൊക്കെ സ്നാനപ്പെട്ട കാലഘട്ടത്തിൽ അവരെന്തോ ഒരു ചെറിയ കൂട്ടം ആളുകളായിരുന്നു. വളരെ ചുരുക്കം പേരാണ് ഒരു നാട്ടിൽ നിന്നുമൊക്കെ ഈ സത്യം മനസ്സിലാക്കി അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷെ അവരൊക്കെ വലിയ അഭിമാനത്തോടു കൂടിയാണ് അതനുസരിക്കുവാനിടയായിട്ട് തീർന്നത്. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവരുടെ ഹൃദയം ആകർഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ, കർത്താവിനെ അവർ സ്നേഹിക്കുമ്പോൾ, കർത്താവ് എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കാനുള്ളതായ സമർപ്പണം അവർക്കുണ്ടായിരുന്നു. അവരിപ്പോൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഒരു നാട്ടിൽ അങ്ങനെ അത് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ എത്ര ധൈര്യത്തോടു കൂടിയാണ് ഇതിനോട് അനുസരണം കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ വളരെ വിശേഷപ്പെട്ടവരാണെന്നുള്ളതായ വലിയ ഉൾക്കാഴ്ചയോടു കൂടി കർത്താവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി സ്നാനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ കാര്യം ഉണ്ട്. സ്നാനപ്പെടുമ്പോൾ ഒരു സൂചന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അവിടെ നമ്മൾ കാണുന്നതായ കാര്യം, ഇവർ ആ പെട്ടകത്തിലുള്ളവർ അനുസരണത്തിൻ്റെ പാതയിൽ പ്രിയപ്പെട്ടവരെ പത്രോസപ്പോസിനെ ഓർപ്പിക്കുകയാണ്. സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തി ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്ക് ഉത്തരം നൽകുകയാണ്. അപ്പം ഞാൻ ഈ പഠനത്തിൽ പറഞ്ഞായിരുന്നു, ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ അനുസരിക്കുന്നതിൻ്റെ ആദ്യത്തെ കൽപ്പനയുടെ ഒരു അനുസരണമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഉടനെ സ്നാനപ്പെടണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. പക്ഷേ അതൊരു തുടക്കമാണ്. പിന്നെ നമുക്ക് എന്തോരം കൽപ്പനകൾ സൂക്ഷിക്കാനായിട്ട് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്യം ഒന്നുകൂടി ഒന്ന് പറയാം. മത്തായി 28:19 വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ
ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്ത എല്ലാ കൽപ്പനകളോടും അനുസരണം സൂക്ഷിച്ചുകൊണ്ട് ഈ നല്ല മനസാക്ഷി അനേക ഭക്തന്മാർ പുലർത്തിയിട്ടുണ്ട്. അവരുടെ പെർസെൻറ്റേജ് എന്തോരം ഉണ്ട് എന്നുള്ളത് നിത്യതയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒത്തിരി പേരുണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ ഓരോ തലമുറയിലും ദൈവം അങ്ങനെ ആളുകളെ നിർത്തുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ തലമുറയിൽ അത് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞ ഒരു ദൈവദാസനെ നമുക്കറിയാമല്ലോ. പൗലോസിൻ്റെ വാക്കുകൾ, പ്രവൃത്തി 26:19, അഗ്രിപ്പാവേ, ഞാൻ ഇന്നയോളം സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നല്ല മനസാക്ഷി ആരോഗ്യപരമായി സൂക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ വചനത്തിൽ നിന്ന് കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള എല്ലാ കൽപ്പനകളും അനുസരിക്കാനുള്ള ആവശ്യകത ഉണ്ട്. നമ്മൾ മനഃപൂർവ്വം അനുസരിക്കാതിരുന്നാൽ നമ്മുടെ ആ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു പോകും. ഒരു വാക്യം, പരിചയമുള്ളൊരു വാക്യം നമുക്ക് വായിച്ച് ഇവിടുന്ന് പോകാം. അത് സ്നാനത്തെക്കുറിച്ച് പറയുന്നതല്ല, നല്ല മനസാക്ഷിയെക്കുറിച്ച് പറയുന്നതാണ്. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നു. നമുക്കറിയാവുന്ന വാക്യമാണ്. നമ്മൾ ബൈബിൾ പരീക്ഷയുടെ വഴിയിലൊക്കെ മനഃപ്പാഠം പഠിച്ചിട്ടുള്ളതായ വാക്യമാണ്. ഒന്ന് വായിച്ച് മാത്രം പോകാം എന്ന് കരുതുക. അപ്പൊ 18-ാമത്തെ വാക്യം പറയുന്നത് ഈ ആജ്ഞ ഏൽപ്പിക്കുക. അപ്പൊ ആജ്ഞ കൃത്യമായിട്ട് അനുസരിച്ചാൽ എന്ത് പുലർത്താം? നല്ല മനസ്സാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന സത്യങ്ങളോട് ഏറ്റവും കൃത്യമായ അനുസരണം സൂക്ഷിച്ച് ദൈവമുമ്പാകെ നല്ല മനസാക്ഷി സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. നമുക്ക് പല കൽപ്പനകളൊക്കെ അനുസരിച്ചില്ലെങ്കിലും വലിയ മനസാക്ഷി കുത്തൊന്നും ചിലപ്പോൾ അനുഭവപ്പെട്ടില്ല എന്ന് വരാം. അതുവരെ പക്ഷേ ഒരു ആരോഗ്യപരമായ ലക്ഷണമല്ല. കാരണം നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നവർക്ക് അനുസരണക്കേട്, ഒരു കൊച്ചു പാപമൊക്കെ വരുമ്പോൾ അത് അവരെ ഓർമ്മപ്പെടുത്തുവാനിടയായിട്ട് തീരുകയുള്ളൂ. ഒരു റെഫറൻസ് എഴുതിയിട്ടുള്ളൂ. 1 ശമൂവേൽ 24-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഒരു ഭക്തൻ്റെ ചരിത്രം ദൈവാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി കുത്തി തുടങ്ങിയ കാര്യം പറയുന്നുണ്ട്. ഏത് ഭക്തനാണ്? ദാവീദ് ചെയ്ത പാപം നമ്മുടെ ഒന്നും വീക്ഷണത്തിൽ പാപമേ അല്ല. കാരണം തൻ്റെ ശത്രുവിനെ കൊലപ്പെടുത്താനുള്ള അവസരം ഉണ്ടായപ്പോൾ കൊലപ്പെടുത്തിയില്ല എന്നുള്ളത് തൻ്റെ വീരന്മാരെ പോലും വേദനിപ്പിച്ചു. വീരന്മാർ പോലും ഇത് മണ്ടത്തരമായി പോയി എന്ന് വിചാരിച്ചു. പക്ഷേ ദാവീദ് ആകെപ്പാട് ചെയ്തത്, ഞാനിങ്ങനെ വന്നു എന്നൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചുകൊണ്ട് പോന്നു. പിന്നെ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞുകൊണ്ട് ദാവീദിൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി. ഈ കുത്തൽ നമുക്ക് വേണം കേട്ടോ. ചിലർക്കൊരു നുണയൊന്നും പറഞ്ഞാലൊന്നും ഒരു കുറ്റബോധമുണ്ട്. കാരണം ദിവസത്തിൽ പലവട്ടം പറയണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു ബാധകമായിട്ടേ തോന്നുകയില്ല. അപ്പോൾ പല പാപങ്ങളും നമ്മെ അങ്ങനെ ബാധിക്കാറേ ഇല്ല പലരെ സംബന്ധിച്ചിടത്തോളം. കാരണം മനസാക്ഷിയോട് വിശ്വസ്തമായി പെരുമാറിയില്ലെങ്കിൽ നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താം. അടുത്ത വാചകം ഒരു മുന്നറിയിപ്പാണ്. ഇവർ തങ്ങളുടെ നല്ല മനസാക്ഷി കണ്ടിട്ടുണ്ട് വിശ്വാസ കപ്പൽ രണ്ടുപേരുടെ പേരും ദൈവാത്മാവ്
കർത്താവ് എടുത്തു പറയുന്നു. അപ്പോൾ സ്വർഗം എടുത്തു പറയുമ്പോൾ നമ്മുടെയൊക്കെ പേരവിടെ പറയിട്ടു എന്നാൽ എന്ത് സങ്കടകരമായ കാര്യമായിരിക്കും അവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ നല്ല മനസ്സാക്ഷി ദൈവമുണ്ടാകെ സൂക്ഷിച്ച് ജീവിക്കണം. സ്നാനത്തിൻ്റെ കൽപ്പന ഇരിക്കുന്നത് ആ മനസ്സാക്ഷി ഒരു തുടക്കമായിട്ടിരിക്കുന്നു എന്നുള്ള അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളോട് ഏറ്റവും കൃത്യമായ അനുസരണം സൂക്ഷിക്കുക. അതിനോടുള്ള അവഗണനയും അനുസരണക്കേടും വളരെ ഗൗരവമാണ് എന്നുള്ളതായ തിരിച്ചറിവ് സൂക്ഷിക്കുവാൻ കർത്താവ് തന്നെ സഹായിക്കും. ഇനി യോഹന്നാൻ അപ്പോസ്തലൻ ഈ വചനത്തിൽ നൽകുന്ന ഒരു ഉപദേശമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏകദേശം പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്നാനത്തെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പോയിന്റ് ഒന്ന് കുറിക്കുമ്പോൾ യോഹന്നാൻ സ്നാനത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതായ കാര്യം എനിക്കും അങ്ങനെ ചിത്രമായിട്ട് വന്നു. പക്ഷെ എനിക്ക് യോഹന്നാൻ്റെ ജീവിതത്തിൽ ഉപദേശം പറയാതെ സ്നാനം പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ സ്നാനപ്പെടാത്ത തോന്നും എന്നെ ഏറ്റവും ശക്തമായി നിർബന്ധിച്ചതായ വാക്യം യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ളതായ വാക്യമാണ്. അതേതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടാണ് നമുക്കൊന്ന് വായിച്ചു കൊടുക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പം അവിടെ ഈ 3-ാം വാക്യം ഞാൻ വായിക്കാനായിട്ട് പറഞ്ഞത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആ വാക്യത്തിൽ പറഞ്ഞു. ഒരാൾ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് ഏതിനാൽ അറിയാം? അതൊരു ചോദ്യമാണ്. ഒരാൾ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് ഏതിനാൽ അറിയാം? അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും തന്നെ കർത്താവിനെ അറിഞ്ഞ ആളുകളാണ്. അപ്പോൾ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് ഏതിനാൽ അറിയാം? 3-ാം വാക്യത്തിലെ ഉത്തരം എന്താണ്? അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെ. അവൻ്റെ കൽപ്പനകളെ ഒരാൾ പ്രമാണിക്കാതിരിക്കുന്നതിനുള്ള വലിയ സാക്ഷ്യക്കുറവ് ഈ വാചകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്നാനം കർത്താവിന് വലിയ കൽപ്പനയാണ് എന്നുള്ളത് കൊണ്ട് ഈ കൽപ്പനയോടുള്ള അനുസരണത്തിലാണ് നാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതായ ഏറ്റവും മഹത്തരമായ സാക്ഷ്യം പുലർത്തേണ്ടിയിരിക്കുന്നത്. സഭയുടെ ആദ്യസ്ഥാനത്ത് എത്ര പേര് ജ്ഞാനപ്പെട്ടു എന്ന് നമുക്ക് കണക്കുണ്ട്. 3000-ഓളം അവരെല്ലാം പത്രോസിന്റെ പ്രസംഗം കേട്ട് കർത്താവിനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് കൈവക്കിയ ആളുകൾ കൈവക്കുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നു ഇല്ല. അപ്പൊ സ്വർഗം കണക്ക് എഴുതുന്നത് അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ അവർ സ്നാനപ്പെട്ടവരുടെ കണക്കാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നു. ഇത് വളരെ ഗൗരവമായിരിക്കുന്ന കാര്യമാണ്. സ്വർഗം അന്ന് രക്ഷിക്കപ്പെട്ട
അപ്പോൾ അവർ സ്നാനത്തോട് അനുസരണം കാണിച്ചവരായിരുന്നു എന്നുള്ളത് നമ്മൾ കാണും. നേരത്തെ ഓർക്കുന്നുണ്ടത് അങ്ങനെയുള്ള ഉത്തരങ്ങൾ പറയാനുള്ളതായ സാധ്യതയുണ്ട്. അവനെ സ്നേഹിക്കേണ്ടതിന് പകരം സഹോദരനെ ദ്വേഷിക്കുമ്പോൾ പേരെന്നാണ് നമുക്ക് പറയാനൊരു വിഷമമല്ലേ.
സന്ദേശപരമായ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ആ വാക്യം വായിച്ചിട്ട് ഞാനത് പറയാം എന്ന് വിചാരിക്കാം. വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് പറയാനായിട്ടൊരു പ്രയാസം ഉണ്ടാകില്ല. വായിച്ചാട്ടെ. അപ്പോൾ അവിടെ സ്നാനത്തിലൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ സ്നാനമേറ്റ് കയറി വരുമ്പോൾ ഒരുപക്ഷെ കാഴ്ചക്കാരായിട്ടുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവര് ഞങ്ങളുടെ മതം വിട്ട് ആരോടെ പോയിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കൂടെ നസറായന്റെ കൂടെ പോയിരിക്കുകയാണ് എന്നുള്ളതായ ആ വലിയ സന്ദേശം അവർ കാണുവാൻ ഇടയായിട്ട് തീർന്നു. അനുഷ്ഠാനത്തിന് ഇടയ്ക്കിടയ്ക്ക് പറയും ആന്തരികമായി അനുഭവിക്കുന്ന ദൈവത്തിലൂടെ മാറി. അപ്പോൾ അവര് സ്നാനപ്പെട്ട് വെള്ളത്തിൽ കയറി വരുമ്പോൾ അത് പറഞ്ഞതാണെങ്കിലും ഒരു വാക്കെടുത്ത് പറയുക, അവരുടെ മേൽ ആ തലമുറയിലുള്ളതായ ഈ കുറ്റം കഴുകപ്പെടുവാൻ ഇടയായി കഴുകപ്പെട്ടെന്ന് മാത്രമല്ല ആരെ സൂക്ഷിച്ച് അവർ ഉയർത്തുന്നു എന്നുള്ളതായ ആ വലിയ സാക്ഷ്യം ഈ അനുസരണത്തിലൂടെ ആ തലമുറയ്ക്കവർ കൊടുക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണും. ഈ പാപം ബാധിച്ചയാളായിരുന്നു അവിടെ ആ മാനസാന്തരപ്പെട്ടവര് ഇതുപോലെയുള്ള പരിപാടിയൊന്നും ചെയ്ത ആളുകൾ ആയിരുന്നു. കർത്താവിന്റെ സമയം മുടിക്കാനായിട്ട് എന്തോരം കഷ്ടപ്പെട്ടതായ മനുഷ്യൻ അദ്ദേഹത്തെ അനന്യാണ് അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മാർഗത്തെ മുടിക്കാനായിട്ട് തന്റെ ജീവിതം ഉപയോഗിച്ചിരുന്നുവോ ഞാൻ ആ നസറായനോട് ചേർന്നിരിക്കുകയാണെന്നുള്ളത് ആ സ്നാനത്തിലൂടെ വലിയ കൂട്ടം ഉണ്ടാകുന്നതാണ് എന്ന് എനിക്കറിയുന്നു. വിശ്വാസികൾ പോലും സ്നാനം കാണാൻ വരാൻ സാധിക്കില്ല. കാരണം അവർ തന്നെ ആകർഷിച്ചിരിക്കുകയാണ്. പിന്നീടാണ് ഭയമൊക്കെ മാറിയത്. അപ്പോൾ ആ സദസ്സിന്റെ മുമ്പിൽ ആ കൂട്ടത്തിന് മുമ്പിൽ ആ അനുഗ്രഹീതമായ സാക്ഷ്യം അവർ കൊടുത്തു.
അടുത്ത ദിവസം സ്നാനപ്പെടുമ്പോൾ അവൻ ഈ സമൂഹത്തോട് പറയുകയാണ്, ഞാൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിനായി ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ തീരുമാനത്തിന്റെ നിശബ്ദമായ പ്രഖ്യാപനമായിട്ടാണ് സ്നാനം ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രയോഗം അതിൽ തന്നെ ഏറെ മനോഹരമാണ്. പിന്നെ നമ്മളിതിന്റെ ദൈവശാസ്ത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകുമോ എന്നെനിക്കറിയുന്നത്. ഒരു പാപി സ്നാനപ്പെടുമ്പോഴാണോ ശരിക്കും യേശുക്രിസ്തുവിനോട് ചേരുന്നത്? ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു പാപി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വാസത്താൽ കൈക്കൊള്ളുമ്പോൾ ദൈവിക കുടുംബത്തിന് ജനിക്കും, ദൈവ മകനായിട്ട് മകളായിട്ട് തീരും, യേശുക്രിസ്തുവിൽ ആയിരിക്കും. ഇതിനൊക്കെ പറയാനുള്ള കാരണം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ആരും അറിയണമെന്ന് ഏറ്റവും രഹസ്യമായും അത് വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. സ്നാന ജലത്തിലൂടെ യേശുക്രിസ്തുവിനോട് ഈ ആൾ ചേർന്ന് എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നത് സ്നാനത്തിലൂടെ. ആ മനോഹരമായ അർത്ഥത്തിലാണ് ഈ പ്രയോഗം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. സ്നാനപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേർന്നു എന്നുള്ളതായ സാക്ഷ്യം പരസ്യമായിട്ട് കൊടുക്കുകയാണ്. സ്നാനപ്പെട്ട ആ ദിവസം പിന്നെ അയൽക്കാരൊക്കെ കാണുമ്പോൾ എത്രയോ പേരാണ്. കാരണം സ്നാനപ്പെടുന്നത് വരെ അതിൻ്റെ ഒരു വ്യക്തത ഉണ്ടാവും. അപ്പം സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഈ പണ്ടത്തെപ്പോലൊന്നും ആ വീട്ടിലൊക്കെ എനിക്ക് പറഞ്ഞാണെങ്കിൽ ഈ നീക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് സ്നാനപ്പെട്ടവരേക്കാൾ കൂടുതൽ അറിയാവുന്നത് സ്നാനപ്പെടാത്ത സ്നാനപ്പെട്ട ആളുകൾക്ക് അങ്ങനെ രോഗങ്ങളോട് ജീവിക്കാൻ വളരെ ഗംഭീരമാണ്. ആ ധാരണ സമൂഹത്തിന് മുമ്പിൽ വളരെ സജീവമായിട്ട് നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് സ്നാനപ്പെടാൻ പോകുന്ന മക്കളോട് സ്നാനപ്പെട്ടു യേശുക്രിസ്തുവിനോട്
വചനത്തിലെ പ്രയോഗം ഏറെ മനോഹരമാണ്. അതൊക്കെ തെറ്റിക്കേണ്ടതായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായി പരിശോധിച്ച് ചോദപ്പെടാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. ഒരു സൂചനകളുണ്ട്. അവരുടെ വാക്ക് കേൾക്കുന്നത് ജ്ഞാനമേ പ്രാദേശിക സഭയോടുള്ള സജീവമായ ബന്ധത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. അവരുടെ പഴയപടിയാണ് മുമ്പോട്ട് പോകാൻ മറ്റൊരു കാര്യം. വിശ്വാസികൾക്ക് എന്ത് സന്തോഷമാണ് അപ്പസ്തലിക മാതൃക നമ്മൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന കൂട്ടത്തോട് ചേർന്ന് ഒരു സ്നാനപ്പെടുന്ന ഒരാള് വിശ്വാസ ജീവിതത്തിൽ വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ആത്മീയ കുടുംബമായിരിക്കുന്ന സഭയോട് ചേർന്ന് സജീവമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കും. ഒരു മോൻ വീട്ടിൽ ചേർന്നാണ് അങ്ങനെ ഒരാളെ പോകുന്നില്ല. അവന്റെ വളർച്ച ശരിയാവുന്നു ഒരിക്കലും ശരിയാവില്ല എന്ന് പറയുക. അവർ സ്നാനപ്പെട്ടു സഭാജീവിതത്തിൽ പോകുന്നു. അവർക്ക് സൗകര്യമുള്ള കാര്യം സൗകര്യമില്ലാത്ത സ്നാനപ്പെടുന്നവർ സ്ഥലം സഭയോട് ചേർന്ന് സജീവമായ ആത്മീക ബന്ധം സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീരും. കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ സഭയോട് ചേർന്ന് വിജയകരമായി ആ സഭയോട് സഭയും വിശ്വാസികളുടെ കടപ്പാടുകളാണ് അധികം പറയുവാൻ ഇടയായിട്ട് പല ആളുകളും സഭാജീവൻ നയിക്കുന്നില്ല. അവർക്ക് യാതൊരു കടപ്പാടുമില്ലാത്തവരാണ്. നമ്മുടെ ആദ്യത്തെ ഒരു വാർത്തയ്ക്ക് അറിയിക്കുന്നത് സത്യത്തിന്റെ പരിജ്ഞാനം കേൾക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ ഒരാൾക്ക് എത്താൻ കഴിയണമെങ്കിൽ സത്യത്തിന്റെ പൂർണ്ണ അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയോട് ഏറ്റവും സജീവമായ ബന്ധം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ്
ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഞാൻ സഭയോട് ചേർന്ന് വളരെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് പല സംഘടനകളിലും പ്രവർത്തിക്കുന്ന ഒരു സഭയാണ്. വളരെ സ്നേഹിക്കുന്നതാണ്. ഇപ്പോഴും കേൾക്കുന്നത് അതൊക്കെ സൂചിപ്പിക്കുന്നു. സഭയോട് ചേർന്ന് അല്ലാതെ വളരാൻ പാടില്ലേ? നമുക്ക് മറ്റേ കോൺഫറൻസുകളിലൊക്കെ സംബന്ധിക്കാനും അതിനും കിട്ടുള്ളൂ. അന്ന് ഈ കാസറ്റ് കേൾക്കുന്ന കാലമാണ്. നല്ല നല്ല പ്രസംഗങ്ങൾ കേട്ടാൽ, നല്ല കാസറ്റുകളിൽ നല്ല പ്രസംഗങ്ങൾ കേട്ടാൽ നമുക്ക് വചനപ്രകാരം വളരാൻ പറ്റുകയില്ലേ? അങ്ങനെ ഒരു സമീപിതമായ ദൈവത്തിന്റെ പരിപാടി. അതിനാണ് ദൈവം കുടുംബം സ്ഥാപിച്ചത്. പിള്ളേർ വീട്ടിലാണ് ഉണ്ടാകേണ്ടത്, വീട്ടിലാണ് വളരേണ്ടത്. അല്ലാതെ പിള്ളേർ വളരുന്നില്ലെന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം വളരേണ്ടത് ദൈവികമായ വളർച്ച പ്രാപിക്കാൻ പറ്റില്ല. അത് കൊറോസിലേക്ക് ഒരു പ്രയോജനമാണ്. ഞാൻ വളരെ വേദനയിൽ അലസ്യതയാണ് ദൈവത്തിന് അതിൻ്റെ അഗ്നി എന്തോ ഉള്ളിൽ കിടക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് സ്നാനപ്പെടുന്നവർ കർത്താവിനോട് ചേരുന്നു. കർത്താവിന്റെ സഭയോട് ചേർന്ന് ഏറ്റവും സജീവമായി സാക്ഷ്യം വഹിക്കും. വിഷയം മാറിപ്പോകുന്ന ഒരു ആശങ്കയൊക്കെ നമുക്ക് സഭയിൽ കാര്യങ്ങളൊക്കെ അത്ര നന്നായി പോകുന്നില്ലാത്ത ഒരു കാലമാണെന്ന് വിചാരിക്കുക. ഇപ്പൊ സഭാജീവിതം ഓർക്കാമോ? എനിക്കതൊരു നല്ല പാഠം കഴിക്കുകയാണ്. സഭയുടെ 1-ാം ദിവസം ആദ്യത്തെ രാത്രി അവിടെ ഒരു കൊച്ചു ബാലൻ അവൻ അവിടുത്തെ പുരോഹിതന്മാർ
സഭയോട് എല്ലാ ഉത്സാഹത്തോടും കൂടി സഹാബിയുടെ നയിച്ച് ജയാളികളായി സാക്ഷ്യം വഹിക്കട്ടെ. വേറൊരു വാക്യം ആ വാക്യം